സോ ഗൈസ് നമ്മൾ ഫൈനലി പ്രാഗിലെത്തി കേട്ടോ. ഫൈനലി നമ്മുടെ പൊട്ടിപൊളി ഒരു സൺസെറ്റ്. പ്രാഗ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് സൺസെറ്റിലൂടെയാണ്. നല്ല കളർഫുൾ സൺസെറ്റ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനാണെന്നാണ് പറയണത്. എനിക്ക് നാടിനെ പറ്റി ഒരു പിടുത്തമില്ല. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഐ തിങ്ക് ഐ എം ഗോയിങ് ടു ഹാവ് ഫൺ. ലെറ്റ്സ് സീ എന്താ നടക്കാന്നുള്ള അറിയത്തില്ല. ആൾക്കാരൊക്കെ ഇവിടെ വേറെ വെയിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ഫ്ലൈറ്റ് ചെയ്താണേ എന്താ. പിന്നെ നമുക്ക് ലഗേജ് എടുക്കണം. ഇമിഗ്രേഷനുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് വേണം പോയി. നമ്മളിങ്ങനെ ലഗേജ് എടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാനുണ്ട് കേട്ടോ. പറയുന്ന പോലെ നല്ല ബോർഡർ കൺട്രോൾ രജിസ്ട്രേഷൻ. ഇതെന്താണ് ഇതിൻ്റെ സെറ്റപ്പ്? നോക്കി നോക്കാം എന്തായാലും. ഇവിടെയെല്ലാം ഡിജിറ്റലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോർഡർ കൺട്രോൾ രജിസ്ട്രേഷൻ കണ്ടില്ലേ. എല്ലായിടത്തും ആൾക്കാരാണ്. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ചോദിച്ചു നോക്കാം. ഓക്കെ, ഫേസ് ഐ ഡി ഒക്കെ ചെയ്യണം കേട്ടോ. ഇതാണ് ഇഷ്യൂ. ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു ഡു ഇറ്റ്. സംഭവം കിട്ടിയിട്ടുണ്ട്. സെലക്ട് യുവർ ലാംഗ്വേജ്. കണ്ടിന്യൂ. തുറന്നിട്ടുള്ളിലേക്ക്. ഇവിടെയാണ് സ്കാൻ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ എൻ്റെ നടന്നില്ല. അപ്പോൾ ഇവിടെ മാനുവലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. ഡിജിറ്റലായിട്ട് ശരിക്കും ചെയ്യാം, പക്ഷേ എൻ്റെ എന്താവാത്തെന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ അവിടെ പോയി നോക്കാം എന്താ അവസ്ഥ നോക്കാം. സോ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇമിഗ്രേഷൻ്റെ അവിടെ നമുക്ക് ഫോണും അതേപോലെ തന്നെ ക്യാമറാസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് കാരണം എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്ത. ഇപ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ അവിടെ എത്തി കേട്ടോ. എൻ്റേത് എവിടെയാണെന്നൊരു പിടുത്തമില്ല. 13 പോയി നോക്കട്ടെ. ഞാനാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കിയുമില്ല. അവിടെ ചോദിക്കാനും മറന്നു ഏത് ബെൽറ്റിലാണ് വരുന്നതെന്നുള്ളത്. സോ ഇവിടെ എന്തായാലും എഴുതി വെച്ചിട്ടുണ്ടാവും ഇസ്താൻബുൾ. യെസ്. സോ എൻ്റെ ബാഗ് ഇവിടെ എവിടെയെങ്കിലും കാണും. എണ്ണം വരുന്നുണ്ട്. നല്ല ഹെവിയാണ് കേട്ടോ. ബാഗ് നല്ല അടിപൊളി ഹെവിയാണ്. അപ്പം അങ്ങനെ ബാഗ് കിട്ടി. ഇനി നമുക്ക് പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഗിലെ ഹിൽട്ടൺ ഹോട്ടലിലേക്കാണ്. ഓൾഡ് സിറ്റിയിലുള്ള. ഐ നെവർ ബീൻ ഹിയർ. സോ എന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഊബർ വിളിച്ചിട്ട് വരാനാണ്. അപ്പോൾ ഊബർ വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. നാട്ടിലെ പോലെ തന്നെ ഒക്കെ സെയിം ഊബർ ആപ്പ് മതി. ബുക്ക് ചെയ്യുക, സെയിം സെറ്റപ്പ്. ആൾ വരും, പിക്ക് ചെയ്യും, കൊണ്ടുപോകും. എൻ്റെ നമ്പർ എന്തായാലും ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ചെയ്തിട്ടുണ്ട്. സോ അത് കാരണം ഈസി ആയിരിക്കും. നമ്മൾ ടെർമിനലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേർ ടു ഇതിലാണ് ഹിൽട്ടൺ. ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹിൽട്ടൺ പ്രാഗ്. ഇതിനകത്ത് ചെക്ക് റിപ്പബ്ലിക്കൻ മണിയാണ്. ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. Já říkám, počkej, stoupni si ještě, tak jsem si s ní poměřil veško, ona je hrozně malá. Britain Old City. Prague Old Town. Yes. ഇത് തന്നെ. ഇതിനെ നമുക്ക് ചെറുത് കൊടുക്കാം.
ഊബർ എക്സ് ടെർമിനൽ 1 ആണ്. കൺഫേം ആൻഡ് പേ. കൺഫേമിങ് റൈഡാണ്. റിക്വസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡ് പോയിൻറ്റ് നിയർ 8 എന്നാണ് കേട്ടോ. എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പുറത്ത് പോയി നോക്കി നോക്കാം. ഇറങ്ങി കേട്ടോ. എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. നല്ല ക്ലൈമറ്റാണ്. ഒരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. വലിയ ചൂടൊന്നുമില്ല. മേ ബി ഈവനിങ് ആയതുകൊണ്ടായിരിക്കും വലിയ ചൂടില്ലാത്ത. പക്ഷേ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഇനി പോയിട്ട് ഞാൻ വണ്ടി കണ്ടുപിടിക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. വണ്ടി കയറിയിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ ഒരുപാട് ഊബർ എയർപോർട്ടിൻ്റെ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. ഒരുപാടെണ്ണം ഉണ്ട്. നമുക്കൊരു ഊബറിൻ്റെ ഒരാൾ നിൽക്കുന്നുണ്ട്. പുള്ളീനോട് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പുള്ളിയെ പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത്. ഐ തിങ്ക് ഹീസ് ആൻ ഇന്ത്യൻ. Excuse me, brother. I tried to book the Uber, but it's not Yes, sure. other side of the road. You have to walk there. Okay, that side. So what about these Ubers, Uber Airport? You have to cancel and order Uber Airport from the application. Okay, can you help me do it? I have to provide. This is the Uber Airport. Yes, this is the one. Okay. ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഹായ്. പക്ഷെ കുറച്ച് പൈസ കൂടുതലാണ്. ബട്ട് ഇറ്റ്സ് ഫൈൻ. No, I can carry it. It's my... pin. Okay, you need the pin. 561262. Thank you. നമുക്ക് ഇത് ബാക്കിലിടാം. ഓക്കെ, ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ പറ്റും ചോദിച്ചു. ഐ ക്യാൻ സിറ്റ് ഇൻ ദ ഫ്രണ്ട് റൈറ്റ്? ബാക്ക്. സോ he's like ബാക്കിൽ ഇരിക്കാൻ Cash, yeah? Huh? Cash, yeah? Cash, yeah? Cash. So വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. You speak English? Yeah. Okay. Yeah? Yeah, nothing. I just wanted to know, like, this is my first time in Prague. Uh-huh. Yeah, so how much time it will take from here to the hotel? 25 minutes. 25 minutes. What about the climate here? Is it cold or Cold a bit. cold? നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറിൽ. കുറച്ച് പൈസ കൂടുതലാണ്, പക്ഷെ കുഴപ്പമില്ല. അവിടുന്ന് വേറൊന്നും കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏകദേശം 600 സംതിങ് ആണ്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് ഈസ്. നമുക്കൊന്ന് മൊബൈൽ നോക്കി നോക്കാം. പ്രാഗിലെ ചെക്ക് റിപ്പബ്ലിക്കിലെ പൈസ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ യൂറോ ആണോ എന്താണെന്നറിയില്ലല്ലോ. ഒരു പ്രാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 രൂപയാണ്. 4.24. വലിയ കുഴപ്പമില്ല. 4.24 എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് കാണിച്ച 600 സംതിങ് ആണ്. സോ ഇറ്റ് വിൽ ബി അറൗണ്ട് ലൈക്ക് 2500-2600 റുപ്പീസ് ആവും ഇവിടുന്ന് ഹോട്ടൽ വരെ. ഏകദേശം 16 കിലോമീറ്റർ. ഇതൊന്നും ഒന്നുമില്ല. സോ അങ്ങനെ നമ്മൾ റൂമിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കിടക്കുന്ന സ്ഥലം. ഇത് നമ്മുടെ റൂംമേറ്റിൻ്റെ. ഇവിടേക്കുണ്ട്. ഇവിടെയൊക്കെ വേറെ ആൾക്കാരൊക്കെ താമസിക്കുന്നതാണ്. പക്ഷെ നമ്മൾ താമസിക്കുന്നത് ഈ റൂമിലാണ്. കണ്ടില്ലേ, ഞാൻ ഇവിടെയായിട്ട് കിടക്കണേ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ ഒറ്റ ഫാനില്ല. പക്ഷേ
നല്ലൊരു വിൻഡോ ഉണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. പകലെ ഞാൻ കാണിച്ചത് എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. കുറേ പരിപാടി ഉണ്ടായിരുന്നു വന്നിട്ട്. എല്ലാ സാധനവും പാക്കൊക്കെ ചെയ്ത് അൺപാക്കൊക്കെ ചെയ്ത് അതേപോലെ തന്നെ സാധനങ്ങളെ കോപ്പി ചെയ്യാനിട്ട് എല്ലാം ചാർജിനിട്ട് വെച്ചേക്കണം. നാളത്തൊരു ഷൂട്ട് തുടങ്ങണം. അപ്പോൾ അത് കാരണം നല്ലൊരു ഉറക്കമുറങ്ങണമെന്ന്. പുറത്താണ് നല്ല അടിപൊളി മഴയാണ്. വന്ന പാടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് റെസ്റ്റ് എടുക്കാം. നാളത്തൊട്ട് കുറേ പണിയുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇനി നന്നായി റെസ്റ്റ് എടുക്കുക. നാളെ എഴുന്നേറ്റ് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്.